നമസ്കാരം, വെൽക്കം ടു ദ ഇന്ത്യ പ്രസ്. എൻ്റെ പേര് കൃഷ്ണരാജ്. നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് അഥവാ IT മേഖലയിൽ ഒരു ഡിഗ്രി കഴിഞ്ഞ ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്കുള്ള നല്ലൊരു അവസരം ടെക്നോപാർക്കിലെ ഒരു മികച്ച കമ്പനി നൽകുന്നു. അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. പല സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം, അവർക്ക് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വേക്കൻസീസ് ആയിരിക്കും പല കമ്പനികളും ചോദിക്കുക. അതേസമയം പഠിച്ചിറങ്ങിയ ആദ്യ വർഷമുള്ളവർക്ക് ഈ എക്സ്പീരിയൻസ് ഒന്നും തന്നെ പറയാനുണ്ടാവില്ല. അപ്പോൾ അവർക്ക് അവസരങ്ങൾ കിട്ടാനുള്ള സാധ്യതയും കുറയും. അപ്പോൾ ഇത് ടെക്നോപാർക്കിലുള്ളൊരു കമ്പനി ഫ്രഷേഴ്സ് കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസിനെ അല്ലെങ്കിൽ CS IT മേഖലയിലുള്ള ഡിഗ്രിക്കാരെയോ ബിടെക്കുകാരെയോ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് കോഴ്സ് ഡിഗ്രി പഠിച്ചവർക്ക് ഉള്ള ഒരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആകാനുള്ള അവസരം അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ആകുവാനുള്ള അവസരം. അപ്പോൾ അതിന് ആ ഒരു ഓപ്പർച്യൂണിറ്റി എങ്ങനെ അപ്ലൈ ചെയ്യണം, എന്തൊക്കെ സ്കിൽസ് നിങ്ങൾക്ക് വേണം എന്നാണ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ. ഈ കാര്യങ്ങളെല്ലാം ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോയിൽ പറയാം. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. ആമുഖത്തിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ടെക്നോപാർക്ക് ബേസ് ചെയ്തൊരു കമ്പനിക്ക് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ട്രെയിനീസിനെയാണ് ആവശ്യം. കമ്പ്യൂട്ടർ സയൻസ് അഥവാ IT മേഖലയിൽ കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ഒരു മേഖലയിൽ ഒരു ഡിഗ്രി കഴിഞ്ഞ സ്റ്റുഡൻറ്റിന് അപ്ലൈ ചെയ്യാമെന്ന് അവർ പ്രത്യേകം പറയുന്നുണ്ട്. അപ്പം ജെൻ റോബോട്ടിക്സ് ഇന്നോവേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഒരു കമ്പനി, അവർ തിരുവനന്തപുരം ടെക്നോപാർക്കിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. അവർക്കാണ് ഈ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ട്രെയിനീസിനെ ആവശ്യമുള്ളത്. അപ്പോൾ ഇതിനകത്ത് പ്രൈമറി ക്വാളിഫിക്കേഷൻ അവർ പറയുന്നത് കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ അനുബന്ധ വിഷയങ്ങളിൽ, അതായത് IT ഓർ കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ഏതെങ്കിലും ഒരു ഡിഗ്രി പ്രോഗ്രാം നിങ്ങൾ ചെയ്തിരിക്കണം. അതുകൂടാതെ കുറച്ച് സ്കിൽസ് അവർ ആവശ്യപ്പെടുന്നുണ്ട്. അതായത് പൈത്തൺ പ്രോഗ്രാമിംഗ്, അതുമല്ല എങ്കിൽ C++, ജാവ പോലെയുള്ള പ്രോഗ്രാമിംഗ്, ഇതിനകത്ത് ഒരു കേപ്പബിലിറ്റി വേണം. അതുകൂടാതെ ഡേറ്റ സ്ട്രക്ചേഴ്സിൽ നല്ലൊരു ധാരണയുള്ള ഒരാളായിരിക്കണം. ഇപ്പം നിങ്ങൾ BCA ഒക്കെ പഠിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ BSc IT കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ പഠിക്കുമ്പോൾ അതിൻ്റെ സിലബസിൽ വരുന്ന കാര്യങ്ങൾ തന്നെയാണ് പൈത്തൺ അല്ലെങ്കിൽ C++, ജാവ പോലുള്ള കാര്യങ്ങളും. ഈവൻ ഡേറ്റ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് തന്നെ നിങ്ങളൊരു പേപ്പർ പഠിച്ചിട്ടും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിലൊരു നോളജ് നിങ്ങൾക്ക് വേണം, ഒരു ബിഗിനർ ലെവൽ നോളജ് നിങ്ങൾക്ക് വേണം. പിന്നെ മെഷീൻ ലേണിംഗ് പോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലെയുള്ള കോൺസെപ്റ്റുകളെക്കുറിച്ചുള്ളൊരു ഐഡിയ വേണം. അതിൻ്റെ സർട്ടിഫിക്കേഷനുകളെക്കുറിച്ചൊന്നും അവർ പറയുന്നില്ല, പഠിച്ചിരിക്കണമെന്നും അവർ പറയുന്നില്ല. മെഷീൻ ലേണിംഗും AI റിലേറ്റഡ് കോൺസെപ്റ്റ്സ്, അതിനെക്കുറിച്ച് ഒരു ധാരണ നിങ്ങൾക്കുണ്ടായിരിക്കണം. അതുപോലെ ഹാർഡ്വെയർ ഇൻ്റർഫേസിനെ കുറിച്ചും മൈക്രോ കൺട്രോളർ പ്രോഗ്രാമിങ്ങിനെ കുറിച്ച് ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് ഉള്ളത് നല്ലതായിരിക്കും. അതുപോലെ റോബോട്ടിക്സ് ഫ്രെയിംവർക്കുകളെക്കുറിച്ച് അല്ലെങ്കിൽ അത്തരം ലൈബ്രറികൾ, റോബോട്ടിക്സ് റിലേറ്റഡ് ഫ്രെയിംവർക്ക്സ് ഓർ ലൈബ്രറീസ്, അതിനെക്കുറിച്ച് ഏതെങ്കിലുമൊക്കെ ഫ്രെയിംവർക്സിനെ ലൈബ്രറിയെക്കുറിച്ചുള്ള ധാരണകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അതും ഒരു അഡ്വാൻറ്റേജ് ആയിരിക്കും. ഇവരുടെ ഒരു ഇമെയിൽ ID തന്നിട്ടുണ്ട്. ആ ഇമെയിൽ IDയിലേക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഷൂട്ട് ചെയ്യാം. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നിങ്ങൾ പഠിച്ച അഡീഷണൽ സ്കിൽസിനെ കുറിച്ചും ക്വാളിഫിക്കേഷൻസിനെ കുറിച്ചും അത്തരം കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ഉള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഉൾപ്പെടുത്തി വേണം നിങ്ങൾ ഒരു പോർട്ട്ഫോളിയോ പോലെ പ്രിപ്പയർ ചെയ്ത് ഒരു ഡീറ്റെയിൽഡ് റെസ്യൂമെ വെച്ച് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ. നിങ്ങളുടെ റെസ്യൂമെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഇവർ ഈ ആവശ്യപ്പെട്ട കോൺസെപ്റ്റ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാം എന്നുള്ളൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കണം. അപ്പോൾ ഇതെല്ലാം ഉണ്ട് എങ്കിൽ നല്ല ഒരു റെസ്യൂമെ പ്രിപ്പയർ ചെയ്ത് നിങ്ങളുടെ അറിവുകൾ, കഴിവുകളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഈ ഒരു ഇമെയിൽ IDയിലേക്ക് നിങ്ങളുടെ റെസ്യൂമെയും ഒരു കവറിംഗ് ലെറ്ററും കൂടെ വെച്ച് ഒന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ ജനുവരി 3-ാം തീയതിയാണ്. അപ്പം ജനുവരി 3-ാം തീയതി 2025 അതിനുള്ളിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ എത്തുന്ന രീതിയിൽ നിങ്ങൾ ഒന്ന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എത്രയും നേരത്തെ തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് ചാനലിലൂടെ കാണുന്നത് എങ്കിൽ ദയവായി സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഒന്ന് ഹിറ്റ് ചെയ്ത് ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ എല്ലാ ദിവസവും ഒന്നിലധികം വീഡിയോസ് തൊഴിലവസരങ്ങളുമായി ബന്ധപ്പെട്ട്, അതല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ അപ്ഗ്രേഡുമായി ബന്ധപ്പെട്ട്, പ്രൊഫഷണൽ അപ്ഗ്രേഡുമായി ബന്ധപ്പെട്ടൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. അത് നേരിട്ട് നിങ്ങളിലേക്ക് തന്നെ എത്തും. Once again, thanks for watching and wish you all the best.